ഹലോ ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നപ്പോൾ എൻ്റെ മെയിൻ പരിപാടി എന്ന് വെച്ചാൽ അലമാര ഒന്ന് റീ ഓർഗനൈസ് ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നേ. അപ്പോൾ ഇങ്ങനെ ഹരിയുടെ കുറേ ഡ്രസ്സുകൾ ഇപ്പോൾ ചേരാതെ ഇങ്ങനെ ഇരിപ്പുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഒന്ന് മാറ്റണമെന്നൊക്കെ എപ്പോഴും ഞാൻ വിചാരിക്കുവേ. അപ്പോൾ അതിന് ഇന്ന് പറ്റിയൊരു ദിവസമായിരുന്നു. അങ്ങനെ ഞാനിങ്ങനെ ഓരോ ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പഴയ ഓരോ ഡ്രസ്സുകൾ ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ എല്ലാം ഓരോ മെമ്മറീസ് നമ്മുടെ ഇങ്ങനെ മനസ്സിലോട്ട് വരണേ. അപ്പോൾ അതൊന്ന് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യണം എന്നെനിക്ക് തോന്നി കേട്ടോ. ഹരിയുടെ കുഞ്ഞിലത്തെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ എടുത്തെടുത്ത് കുഞ്ഞു ഇങ്ങനെ ഐറ്റംസ് ഒക്കെ ഇങ്ങനെ എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. വലുതാകുമ്പോൾ അവനെ കാണിക്കണം, അവനെ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളാണ്. അങ്ങനെയൊക്കെ നമുക്ക് രസമല്ല ഇങ്ങനെ ഇടക്കൊക്കെ എടുത്ത് നോക്കുന്നത്. അതുപോലത്തെ ഒരു ഡ്രസ്സാണ് കേട്ടോ ഇത്. ഒരു ഷർട്ടാണേ. ഇതിൽ ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഇതൊരു വിഷുവിന് എടുത്തിയാണ്. ഇത് ഇട്ടിട്ട് ഒരു റീലൊക്കെ എടുത്തിട്ടുണ്ട്. നല്ല രസമാണ് കാണാനായിട്ട്. കാണിച്ചു തരാവേ. അപ്പോൾ ഇത് പ്ലെയിൻ ആയിട്ടുള്ളൊരു ഷർട്ടായിരുന്നു. ഈ ഷർട്ട് ഞാനിങ്ങനെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഞാൻ തന്നെ ഫാബ്രിക് പെയിൻ്റൊക്കെ ഉപയോഗിച്ച് ചെയ്തൊരു വർക്കായിരുന്നു ഇതേ. എനിക്ക് ഹരിക്കുട്ടൻ ജനിക്കുന്നതിന് മുന്നേ മുതൽ തന്നെ ഞാൻ അവന് വേണ്ടി ഡ്രസ്സുകളൊക്കെ, അതായത് നല്ല കോട്ടൺ തുണികൾ വാങ്ങിയിട്ട് അതിൽ ഞാൻ ഡ്രസ്സൊക്കെ തയ്ച്ചെടുക്കുമായിരുന്നു. അപ്പോൾ അന്ന് എന്നെ വഴക്ക് പറയുമായിരുന്നു. നമ്മുടെ മൂത്തവരൊക്കെ, അതായത് ഗർഭിണികൾ തയ്ക്കാൻ പാടില്ല, തയ്ച്ചാൽ സിസേറിയൻ ആയിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ്. പക്ഷെ ഞാൻ അന്ന് വിശ്വസിച്ചില്ലെങ്കിലും എന്തായാലും സിസേറിയൻ ആയിരുന്നു എനിക്ക്. അതവിടെ നിൽക്കട്ടെ. അതുപോലെ തന്നെ ഹരിക്ക് ഞാൻ ഓരോരോ ഫങ്ഷൻസൊക്കെ വരുമ്പോഴത്തേക്കും, അതായത് ഈ ശ്രീകൃഷ്ണ ജയന്തി അതുപോലെ തന്നെ ഇൻഡിപെൻഡൻസ് ഡേ ഒക്കെ വരുമ്പോഴത്തേക്കും ഞാൻ ഓരോന്നൊക്കെ തയ്ച്ച് ഞാനിട്ട് രസമൊക്കെ നോക്കാറുണ്ടായിരുന്നു. ഇപ്പം ഇല്ല, അതുകൊണ്ടാണ് നോക്കാറുണ്ടായിരുന്നെന്ന് പറഞ്ഞത്. കാര്യം ഇപ്പം നമ്മൾ നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കത്തില്ല, ഒരു ഫോട്ടോ എടുക്കാൻ പറഞ്ഞാൽ ഫോട്ടോ എടുക്കാണ്ട് പോസ് ചെയ്യത്തില്ല. ഇപ്പം ആ പ്രായമാണല്ലോ, ഓടുന്ന പ്രായമാണല്ലോ. പിന്നെ അടുത്ത ഡ്രസ്സാണ് ഇത്. ഈ ഡ്രസ്സിൻ്റെ കാര്യം എനിക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. എന്താ പറയുക, ഇത് പുതിയതായിട്ട് വാങ്ങിക്കൊണ്ട് വന്നിട്ട് ഹരിക്ക് മുൻപ് എല്ലാ ഡ്രസ്സുകളും വാങ്ങിക്കൊണ്ട് വന്ന് കഴുകിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം കണ്ട ഉടനെ ആൾക്കത് എടുത്ത് ഇടണം. അപ്പോഴത്തേക്കും ഈ ഡ്രസ്സില്ലേ നമ്മൾ ഫസ്റ്റായിട്ട് ഇട്ട് കൊടുത്തിട്ട് നേരെ കോട്ട് ചെയ്തിട്ടാണ് നമ്മൾ പോണത് എൻ്റെ അനിയത്തിയുടെ വീട്ടിൽ. അങ്ങനെ അന്നത്തെ എൻ്റെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ കാലിൽ, ഞാൻ വീടിൻ്റെ വാതിക്കൽ തന്നെ ഹരിയേയും കൊണ്ടാണ് ഞാൻ വീണ് എൻ്റെ കാലിൻ്റെ എവിടെ പറയേണ്ടത്, നമ്മൾ ആ നടക്കുന്ന പാദത്തിൻ്റെ തൊട്ട് മേളിലത്തെ ഭാഗം ക്രാക്കായിട്ട് ഞാൻ പ്ലാസ്റ്ററൊക്കെ ഇട്ട്, പ്ലാസ്റ്റർ അഴിച്ചൊരു സമയം, അതായത് ഞാൻ ഞൊണ്ടി നടക്കുന്നൊരു സമയമാണ്. അപ്പം പോകുക. അപ്പോൾ കുറച്ച് നടന്നാലാണ് അച്ഛൻ്റെ ഓട്ടോടെ അടുത്തോട്ട് നമ്മൾ എത്തുന്നത്. അപ്പോഴത്തേക്കും ഞാൻ പയ്യെ ഞൊണ്ടി നടക്കുന്നു. എൻ്റെ മുന്നേ ഹരി നടക്കുന്നു, എൻ്റെ മുന്നേ അച്ഛൻ നടക്കുന്നു. പിന്നെ വേറെ ആരൊക്കെയോ എനിക്ക് തോന്നുന്നു, വലിയമ്മയൊക്കെയാണെന്ന് തോന്നുന്നു കൂടെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ചുറ്റുമുള്ളതുകൊണ്ട് അവന് പേടിച്ചില്ല, കൊച്ചു നടക്കുന്ന പ്രായമല്ല, അങ്ങ് പയ്യെ നടക്കട്ടെന്ന് കരുതി. അപ്പോൾ ഒരു ഇടവഴി കയറി ഞങ്ങളുടെ ഓട്ടോ അവിടെ കിടക്കുന്നു.